യേശുവിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെല്ലാം പെർഫെക്റ്റായിട്ട് പൂർണ്ണതയിൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പഠിക്കുമ്പോൾ 100-ൽ 100 മാർക്ക് മേടിക്കുക, എല്ലാ വിഷയത്തിനും A+ മേടിക്കുക, മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പൈസ മുടക്കി പരിശീലനം നടത്തി 1ാം സ്ഥാനം മേടിക്കാൻ ശ്രമിക്കുക, ചടങ്ങുകൾ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്യുന്നു. നല്ലത് തന്നെയാണ് എല്ലാം. മത്തായി 5:48 ഈശോ പറയുന്നുണ്ട്, സ്വർഗ്ഗസ്നാപിതാ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേൻ. ജീവിതത്തിലെ പരിപൂർണതയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് ഈശോ പറഞ്ഞു തരുന്നു. നിങ്ങളുടെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപമായി ഈശോയെ അനുഗമിക്കുക എന്ന്. ധനവാനായിരിക്കുന്ന അവസ്ഥ നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കില്ല. കാരണം എല്ലാം ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം, ഒരു ഭാവം, ദൈവത്തിലോ മനുഷ്യരിലോ ആശ്രയിക്കാതെ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു ഭാവം നമുക്കുണ്ട്. അതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. സമ്പത്ത് മുഴുവൻ വിറ്റാൽ നമുക്ക് ജീവിക്കാനാവില്ല. പക്ഷേ ഈ മനോഭാവം നമ്മൾ ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്, നമ്മൾ ദരിദ്രനാണ് എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് മറ്റുള്ളവരെയും ആശ്രയിച്ച് മറ്റുള്ളവർക്ക് ആവശ്യമായത് വീതം വെച്ച് കൊടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ ഒരു മനോഭാവമാണ് നമ്മളെ പരിപൂർണതയിലേക്ക് നയിക്കുക. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.